നല്ല പൊരിയുന്ന വെയിലത്ത് ശംഖുമുഖത്ത് പോയാലോ? ആർക്കുണ്ടാവും ഈ വട്ട്? അപ്പം ഞങ്ങൾ പോയി കേട്ടോ. എന്തായാലും വന്നതല്ലേ, എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കാണ് ട്രെയിനുള്ളത് 3 മണിക്ക്. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ തന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ശംഖുമുഖത്തേക്ക് വന്നു. ശംഖുമുഖം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്, ഒരുപാട് ഇഷ്ടമാണ്. കാരണം പണ്ടൊക്കെ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ ഒരു 8:30-9 മണി വരുന്നത് ലാസ്റ്റ് ബസ്സിനായിരിക്കും തിരിച്ച് റൂമിലോട്ട് പോകുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല വൈബല്ലേ ഈവനിങ്. പക്ഷേ ഉച്ചയ്ക്ക് വരുമ്പോൾ ആ വൈബൊന്നുമില്ല കേട്ടോ, പൊരിഞ്ഞു പോകും. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മീൻ ഇങ്ങനെ വലയിലിങ്ങനെ വലിച്ച് കയറ്റുന്നതൊക്കെ കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പോൾ ആ വലിക്കുന്ന സമയത്ത് അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട്, നമ്മുടെ ജോലിഭാരം കുറയ്ക്കാനായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അത് വലിച്ച് കയറ്റുന്നത്. നല്ല വെയിറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് പേര് കൂടി നിന്നിട്ടാണ് അത് വലിക്കുന്നത്. അവിടെ വരെ ഒരു കളർ വ്യത്യാസം കണ്ടോ, അതൊക്കെ ആ വലയാണ്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വലിച്ച് അത് ഉള്ളിലേക്ക് കയറ്റി വല മുകളിൽ കയറ്റിയപ്പോഴത്തേക്കിനും എല്ലാവരും ഓടിച്ചു വന്നു കേട്ടോ. കാണാനുള്ളവരൊക്കെ ഓടിക്കൂടി. ഞങ്ങളെപ്പോലെ തന്നെ കുറേ കാക്കകളും കൊക്കും കൂടെ ആയിരുന്നു ഓടിക്കൂടിയത്. അവർക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞങ്ങൾ പിന്നെ കാണാനുള്ള ഒരു ത്വര കാരണമാണ് ഓടിച്ചെന്നത്. അപ്പോൾ ഇതിന് അവരതെല്ലാം വലിച്ച് കയറ്റി മീൻ ഇങ്ങനെ പിടയ്ക്കുന്ന കാണാൻ അതിനകത്ത് കേട്ടോ. ഒരു കൊമ്പുള്ള ഒരു മീനാണ് ഞാൻ കണ്ടത് കേട്ടോ. അത് അവർക്ക് കൂടുതൽ കിട്ടിയത്. ഇങ്ങനെ ഒറ്റക്കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നല്ല ഫ്രഷ് മീൻ കണ്ടോ, പിടയ്ക്കുന്ന മീനിങ്ങനെ കണ്ടു. കുറച്ച് സമയത്തിനുള്ളിൽ അതെല്ലാം ചത്തുപോകും കേട്ടോ. പിന്നെ അതിനെ അവർ തരം തിരിക്കേ ചുറ്റും കൂടി ഒന്ന് പണിയെടുക്കുന്ന സമയത്ത് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്തമാനം പറയുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. സ്ലാങ് നല്ല വ്യത്യാസമാണല്ലോ. പിന്നെ അവരവരുടേതായ ജോലിക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ വലയൊക്കെ വിരിച്ച് ഇനിയിപ്പോൾ തരംതിരിക്കൽ പരിപാടിയാണ്. അപ്പോൾ കൊമ്പുള്ള മീനെല്ലാം വലിയ ഇതിനകത്തോട്ട് കൊട്ടയ്ക്കകത്തോട്ടാക്കി. പിന്നെ കുറേ കൊഴുവ എന്നൊക്കെ പറയുന്നില്ലേ, ഞങ്ങളുടെ ചൂടാന്ന് പറയും. പിന്നെ നെത്തോലി എന്നൊക്കെ ചിലയിടത്ത് പറയും, ചെറിയ മീനില്ലേ, അതാണ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് കൂടുതൽ കിട്ടിയത്. ഈ കുഞ്ഞു മീനെ പിറക്കുന്നത് നല്ല പണിയാണ് കേട്ടോ. വലിയ മീനെ നമുക്ക് പെട്ടെന്ന് പറക്കാം. പിന്നെ അതിനകത്തുനിന്ന് അവർ വേർതിരിച്ച് ഇങ്ങനെ ആ ചെറുതിനെ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കുറേ കാക്കകൾ ഇങ്ങനെ ചുറ്റും കൂടും. നമ്മുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ ആയിരിക്കും കാക്ക പറന്നു പോകുന്നത്. കാക്കയ്ക്കിപ്പോൾ കുറേ ഭക്ഷണം കിട്ടുമല്ലോ, അതിൻ്റെ സന്തോഷത്തിലാന്ന് തോന്നുന്നു അവരെല്ലാം ചുറ്റും കൂടി നിൽക്കുന്നത്. ഇനി അവരെ തിരിച്ചെടുത്ത ആ ചെറിയ മീനുണ്ടല്ലോ, ചൂട അല്ലെങ്കിൽ കൊഴുവ എന്നൊക്കെ പറയുന്നത്, ആ മീനെ അവരത് കഴുകിയെടുക്കാൻ പോകണം. നല്ല മണ്ണായിട്ടാണല്ലോ ആ മീൻ ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കൊട്ടയായിട്ട് 2 പേര് കടലിലോട്ട് ഇറങ്ങിപ്പോവും. എന്നിട്ട് തിരമാല വരുന്ന ടൈമിൽ അതിങ്ങനെ മുക്കിക്കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് കഴുകും കേട്ടോ അവരെ. അപ്പോൾ ആ മുക്കാൻ പോയ സമയത്തുണ്ടല്ലോ നല്ല തിരമാലയായിരുന്നു കേട്ടോ. നല്ല ശക്തിക്ക് ഇങ്ങനെ തിരമാല വീശിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലം വരെ തിരമാല വന്നു. ശംഖുമുഖം ഒരുപാട് മാറിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇപ്പോൾ അവിടെ കടൽ തീരത്തെല്ലാം ബോട്ടുകളാണ്, നിറയെ ബോട്ടുകളാണ്. പണ്ടൊന്നും ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ബോട്ടൊന്നും ഇല്ല. എല്ലാവരും എന്താ പറയുക, ടൂറിസ്റ്റുകാർ മാത്രമായിരിക്കും. പിന്നെ കുറേ സമയം 2018 വെള്ളപ്പൊക്കത്തിൽ, അത് കഴിഞ്ഞുള്ള മിക്ക വെള്ളപ്പൊക്കത്തിലും ഇതിൻ്റെ തിട്ടൊക്കെ ഇടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. മതിലെല്ലാം ഇടിഞ്ഞ് ഈ കടൽ ഒരുപാട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് നിൽക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ അത് ആകെ ഷേപ്പേ മാറിപ്പോയി, നല്ലൊരു കുഴി പോലെയായി അങ്ങോട്ട്. പിന്നെ മുഴുവൻ ബോട്ടുകളും ഒക്കെ ആയി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പഴയൊരു ഫീലൊന്നും ഇല്ല. പിന്നെ ഈവനിങ് ആകുമ്പോൾ ആൾക്കാരൊക്കെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബോട്ടൊക്കെ എടുത്ത് മാറ്റുമോ എന്തോ, അതോ ഇങ്ങനെ കിടക്കുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അന്നൊന്നും ബോട്ടൊന്നും കാണാനേ ഇല്ലായിരുന്നു കേട്ടോ. ഇനി അവരുണ്ടല്ലോ വീണ്ടും വലയും കൊണ്ട് കടലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും അവർ വലയിടാൻ പോകുമായിരിക്കും. അപ്പോൾ എങ്ങനെ വലയിടുന്ന കാണാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് അവർ വലയിടുകയല്ല, വല കഴുകാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിന് തന്നെ കുറേ ആൾക്കാർ ആ വല പിടിക്കാൻ തന്നെ വേണം. വല നന്നായിട്ട് അവർ ആ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അവരതിനെ തിരിച്ചു കൊണ്ടുപോകും. ഇനി അവരിടുമെന്ന് തോന്നുന്നില്ല, കാരണം ഓൾറെഡി 12 മണി എങ്ങാണ്ടായി. ഇനി വെയിലത്ത് അവരിടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ വലയും കൊണ്ട് പോകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. ബോട്ട് കണ്ടോ? വെള്ളം കണ്ടോ?
ഇവിടെ നോക്കടാ, ഇവിടെ നോക്കി എത്ര ബോട്ടുണ്ടെന്ന്. പക്ഷെ ശംഖുമുഖത്ത് എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയൊരു മണ്ഡപം പോലെ ഇതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അതോ അതിനു വേണ്ടിയാണോ അല്ലാതെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സൈഡൊക്കെ നല്ല തണലുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി അവനിങ്ങനെ താഴെ ഇറക്കുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് പുറത്തിറങ്ങി അവൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് മണ്ണിനകത്തൊക്കെ കളിച്ച്. കുറച്ച് സമയം ഇരുന്നിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയി. അപ്പോൾ അവനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഫ്ലാറ്റ് ജീവിതം ആയതുകൊണ്ടായിരിക്കും അവന് അതാണ് കൂടുതൽ കംഫർട്ടബിൾ. പിന്നെ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവനെ ഇങ്ങനെ നടക്കാനായിട്ട് വിടും. കൈ പിടിക്കാനൊന്നും അവൻ എൻ്റെ കയ്യിൽ സമ്മതിക്കത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ ഷൂ ഒക്കെ ഊരി മണ്ണിലൊക്കെ ഒന്ന് ചവിട്ടട്ടെ എന്ന് വിചാരിച്ചു. അതും നമ്മുടെ കടൽ മണ്ണല്ലേ, പിന്നെ മണ്ണൊക്കെ വാരാൻ തുടങ്ങി. പിന്നെ വാരിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ സൈഡ് വന്നപ്പോഴത്തേന് ഹെലികോപ്റ്ററൊക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ വന്ന് അതിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞങ്ങൾ വായിച്ചു. നേരത്തെ വന്നപ്പോൾ ആ ശില്പമൊക്കെ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്റർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വെച്ചതിന് ശേഷം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് 3 മണിക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ കഴിച്ചിട്ടൊക്കെ പോകുമ്പോൾ സമയം കറക്റ്റായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇലക്ട്രിക് ബസ്സാണ് കിട്ടിയത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇലക്ട്രിക് ബസ്സിനാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ലേഡിയാണ് അത് ഓടിച്ചത് കേട്ടോ. അപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. തിരുവനന്തപുരത്ത് പോയ വെറൈറ്റി KSRTCകൾ കാണാം ലോക്കൽ ഓട്ടത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിനോട്ട് ബൈ ബൈ പറയുവാണ്. ഓക്കെ ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.